പ്രിയമുള്ളവരെ, ഞാൻ ലളിത പരേഷ്. എല്ലാവർക്കും സ്നേഹത്തോടെ സ്വാഗതം. എൻ്റെ തീർത്ഥം ചാനലിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. എൻ്റെ കഴിഞ്ഞ വീഡിയോ, അതായത് സത്യം ശിവം സുന്ദരം എന്നൊരു വീഡിയോ കണ്ട് കുറച്ച് പേരൊക്കെ എന്നെ വിളിച്ച് അതിൻ്റെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കുറച്ച് ഉപദേശങ്ങളും ഒക്കെ തന്നു. എല്ലാവരോടുമായി എനിക്കൊരപേക്ഷയുണ്ട്. അങ്ങനെ ഒരു അഭിപ്രായങ്ങൾ പറയുന്നുണ്ടെങ്കിൽ അത് എൻ്റെ കമൻറ്റ് ബോക്സിൽ ഇട്ട് എന്നെ സഹായിക്കണമെന്ന്. പറഞ്ഞ ഉപദേശങ്ങൾക്കെല്ലാം ഒരുപാട് നന്ദി. എല്ലാവരോടും സ്നേഹത്തോടെ ഞാൻ അതെല്ലാം സ്വീകരിച്ചതായി പറയുകയാണ്. എന്നിരുന്നാലും എന്നെ ഏറ്റവും കൂടുതൽ ആകർഷിച്ച, ചിന്തയിൽ ആഴ്ത്തിയ ഒരു സംഭവം ഉണ്ടായി. അത് നിങ്ങളോട് ഷെയർ ചെയ്യണം എന്നെനിക്ക് ആഗ്രഹമുണ്ട്. അതായത് 2 ദിവസം മുമ്പ് ഞാൻ എൻ്റെ വീട്ടിൻ്റെ മുമ്പിലൂടെ റോഡിലൂടെ മെഡിക്കൽ സ്റ്റോറിലേക്ക് നടന്നു പോവുകയായിരുന്നു. കുറച്ച് ദൂരം നടന്നു കഴിഞ്ഞപ്പോൾ എൻ്റെ മുമ്പിൽ ഒരു ഓട്ടോ വന്ന് നിന്നു. ആ ഓട്ടോയിൽ നിന്നും നല്ല സുന്ദരനായ, നല്ല സ്മാർട്ടായ ഒരു ആൺകുട്ടി, 13 വയസ്സ് തോന്നിക്കും, ഇറങ്ങി വന്നു. അവൻ്റെ കൂടെ അവൻ്റെ അമ്മൂമ്മയായിരിക്കാം, അല്ലെങ്കിൽ അച്ചാമ്മയായിരിക്കാം ഉണ്ടായിരുന്നു. ഇറങ്ങി വന്നു, ഓടി വന്ന് എൻ്റെ കൈ പിടിച്ചു പറഞ്ഞു, ആൻറ്റി, ഞാൻ വിഷ്ണു, ഈ സത്യം ശിവം സുന്ദരം എന്ന അവസ്ഥയിലെത്താൻ എന്താണ് ചെയ്യേണ്ടത് എന്ന്. എത്രയും പറഞ്ഞ് അവൻ ആരാണെന്നോ എന്താണെന്നോ ഒന്ന് ചോദിക്കാൻ സമയം തരാതെ അവനോടി ആ ഓട്ടോയിലേക്ക് കയറി. ആ ചോദ്യം എനിക്ക് പ്രസക്തമായി തന്നെ തോന്നി. ഒരു കൊച്ചുകുട്ടിയല്ലേ, അവന് ആഗ്രഹമുള്ളതുകൊണ്ട് ചോദിച്ചതാണ്. എന്തായാലും അടുത്ത വീഡിയോയിൽ അതിനിടാമെന്ന് വിചാരിച്ചു. പക്ഷേ ഞാൻ മരുന്നെല്ലാം വാങ്ങിച്ച് വീട്ടിൽ തിരിച്ചു വന്നപ്പോൾ എൻ്റെ മനസ്സിൽ ഒരു ഭയം. കാരണം എന്തെന്നല്ലേ, ആ കുട്ടിയുടെ പേര് വിഷ്ണു എന്നായിരുന്നു. നമ്മളുടെ ത്രിമൂർത്തികളായ ബ്രഹ്മാവ്, വിഷ്ണു, ശിവൻ, ഇവരിൽ നടുക്ക് നിൽക്കുന്നത്, ഭൂമിയെ സന്തുലിതാവസ്ഥയിൽ നിർത്തുന്ന, നമ്മൾ സങ്കല്പിച്ചു കൂട്ടിയ ദൈവം വിഷ്ണുവാണ്. ആ കുട്ടിയുടെ പേരും വിഷ്ണുവാണ്. ഞാൻ മനസ്സിലോർത്തു, ഭഗവാനെ, എന്നെ പരീക്ഷിക്കുകയാണോ എന്ന്. കാരണം ഞാൻ ഒരുപാട് അറിവിൽ ഉള്ള ഒരു ആളെയല്ല. കുറച്ചൊക്കെ വായിച്ചു, കുറച്ചൊക്കെ പഠിച്ചു. അതൊക്കെ ആർക്കെങ്കിലും ഉപകാരപ്രദമാവുമെങ്കിൽ പറയാമെന്ന ഉദ്ദേശത്തോടുകൂടി മാത്രമാണ് ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ അവൻ്റെ പേരായ വിഷ്ണു എന്നത് എന്നെ വല്ലാതെ ഭയത്തിലാക്കി കഴിഞ്ഞു. അതുകൊണ്ട് തന്നെ എല്ലാ ദൈവങ്ങളോടും ക്ഷമ ചോദിച്ചുകൊണ്ട് ഞാൻ എനിക്കറിയുന്ന കാര്യം പറയുകയാണ്. നിങ്ങളും എന്നെ സ്നേഹിക്കുകയും എന്നോട് സഹകരിക്കുകയും വേണം. അപ്പോൾ നമ്മൾ ഈ സത്യം ശിവം സുന്ദരം എന്ന അവസ്ഥയിലെത്തണമെങ്കിൽ ഇംഗ്ലീഷിൽ ഒരു പ്രസക്തമായ ഒരു ക്രിയാപദമുണ്ട്, ഡു, ഡിഡ്, ഡൺ എന്ന്. ഈ 3 പദങ്ങൾ, ഈ 3 അവസ്ഥയും നമ്മൾ പൂർത്തിയാകുമ്പോൾ, അത് പെർഫെക്റ്റായിട്ട്, നമ്മൾ സത്യസന്ധമായിട്ട് അത് നടത്താപ്പോൾ മാത്രമാണ് അതിൽ നമുക്ക് ഒരു ഐശ്വര്യവും സമൃദ്ധിയും സത്യം ശിവം സുന്ദരം എന്ന അവസ്ഥയിലേക്ക് എത്താനും പറ്റുന്നത് എന്ന് മറക്കരുത്. അപ്പോൾ നമ്മൾ ഡു എന്ന് പറയുമ്പോൾ ചെയ്യുന്നു, ഡിഡ് എന്ന് പറഞ്ഞാൽ ചെയ്തിരുന്നു, ഡൺ എന്ന് പറഞ്ഞാൽ ചെയ്തു കഴിഞ്ഞു. ഈ 3 പ്രക്രിയയും ചെയ്യുമ്പോൾ മാത്രം കിട്ടുന്ന ഒരവസ്ഥയാണത്. വെറുതെ ചെയ്താൽ പോരാ, പെർഫെക്റ്റായി സത്യസന്ധമായി നമ്മൾ ചെയ്യുന്ന ആ പ്രവൃത്തിക്ക് ആത്മാർത്ഥതയുണ്ടോ എന്ന് പരീക്ഷിച്ച് വേണം ചെയ്യാൻ. അല്ലെങ്കിൽ അതിൽ നമുക്ക് ഒരു സത്യം ശിവം സുന്ദരം എന്ന അവസ്ഥയിലേക്ക് എത്താൻ പറ്റുകയില്ല. അപ്പോൾ നമ്മൾ ഭൂമിയിൽ ജനിച്ചു കഴിഞ്ഞാൽ എല്ലാവരും കർമ്മം ചെയ്യണം. ആ കർമ്മം ചെയ്യുക കർമ്മം എന്ന് പറഞ്ഞാൽ പ്രവൃത്തിയാണ്. പ്രവൃത്തി ചെയ്യുമ്പോൾ മാത്രമാണ് നമുക്കതിനുള്ള റെമ്യൂണറേഷൻ, അതായത് പ്രതിഫലം കിട്ടുന്നത്. ആ പ്രതിഫലം കിട്ടുമ്പോൾ നമ്മൾ ആലോചിക്കണം, നമ്മൾ ചെയ്യുന്ന ജോലി നമ്മൾ പറ്റിയ പ്രതിഫലത്തിന് അനുയോജ്യമായതാണോ എന്ന്. എന്ത് പ്രവൃത്തിയും ചെയ്യാൻ നമ്മൾ പ്രവൃത്തി ചെയ്യുന്നതുകൊണ്ട് യാതൊരു ദോഷവുമില്ല. നമ്മൾ ഭംഗിയായി തന്നെ പ്രവൃത്തി ചെയ്യണം. നമ്മുടെ ഗുരുദേവൻ പറഞ്ഞിട്ടുണ്ട്, ഈശ്വരൻ ജഗത്തിങ്കലെല്ലാം അവസിക്കുന്നതുകൊണ്ടു നീ ചരിക്കമുക്തനായി ആശിക്കരുതാരുടെയും ധനം ആശിക്കരുത് എന്ന് പറഞ്ഞതുകൊണ്ട് നമ്മൾ ചെയ്യുന്ന പ്രവൃത്തിക്ക് പ്രതിഫലം വാങ്ങരുത് എന്നല്ല അർത്ഥം. ചെയ്യുന്ന പ്രവൃത്തിക്ക് നമ്മൾ എപ്പോഴും പ്രതിഫലം കാംക്ഷിക്കുന്നുമുണ്ട്, വാങ്ങുന്നുമുണ്ട്. പക്ഷേ നമ്മൾ വാങ്ങുമ്പോൾ നമ്മൾ വാങ്ങിയ പ്രതിഫലത്തിന് തുല്യമായ വാല്യൂ എന്നൊരു വാക്കുണ്ട്. വില നമ്മൾക്ക് തന്ന ആളിന് കിട്ടുന്നുണ്ടോ എന്ന് നമ്മൾ
ഓർക്കണം. ഞാനിപ്പോൾ ഒരു പ്രവൃത്തി ചെയ്തു കഴിഞ്ഞാൽ എൻ്റെ പ്രവൃത്തിക്ക് എനിക്ക് കിട്ടിയ ഞാൻ പറഞ്ഞ കൂലി ചിലപ്പോൾ എന്നെ പ്രവൃത്തി ചെയ്യിച്ച ആൾ തരുമായിരിക്കും. പക്ഷേ ഞാൻ ചെയ്ത പ്രവൃത്തി അതിനുത്തമമായിട്ടുള്ളതാണോ, അയാൾക്ക് ഒരു തൃപ്തി, ഒരു സംതൃപ്തി നൽകിയിട്ടുണ്ടോ എന്ന് ഞാൻ ചിന്തിക്കണം. അല്ലാതെ വെറുതെ അങ്ങ് പ്രവർത്തിച്ചാൽ മാത്രം പോരാ. നമ്മൾ ഈ പ്രതിഫലം എന്നത് പണം തന്നെയാണ്. ആ പണം എന്ന് പറയുന്നതിൻ്റെ അർത്ഥം വാണ്ട് സാറ്റിസ്ഫൈയിങ് പവറാണ്. നമ്മുടെ ആവശ്യം നിറവേറ്റുന്ന ഒരു ശക്തിയാണ് പണം. അത് കൊടുത്താൽ മാത്രമേ, പണം കൊടുത്താൽ മാത്രമേ നമുക്ക് നമ്മളുടെ ആവശ്യം നിറവേറ്റി കിട്ടുകയുള്ളൂ. അപ്പോൾ നമ്മൾ ആ വാണ്ട് സാറ്റിസ്ഫൈയിങ് പവർ സ്വീകരിക്കുമ്പോൾ നമ്മൾ ചെയ്ത ആ പ്രവൃത്തി, നമ്മൾ കൊടുത്ത ആ പ്രവൃത്തി നമുക്ക് ജോലി തന്ന ആളിന് കിട്ടുന്നുണ്ടോ എന്ന് നോക്കണം. അതുകൊണ്ട് തന്നെ അതിനർത്ഥം നമ്മൾ ആരെയും വഞ്ചിക്കരുത്. ഒരു കാരണവശാലും നമ്മൾ ആരെയും വഞ്ചിക്കരുത്. ആത്മാർത്ഥമായി, സത്യസന്ധമായി, പെർഫെക്ഷനോടുകൂടി നമ്മൾ ജോലി ചെയ്താൽ നമുക്ക് എപ്പോഴും നല്ല അവസ്ഥ തന്നെ ഉണ്ടാവും. ഗുരുദേവൻ പറഞ്ഞൊരു കാര്യമുണ്ട്, ചെയ്യും കർമ്മങ്ങളൊക്കെയും അറിഞ്ഞിടുന്ന ദേവാ നീ വഞ്ചനം ചെയ്യുമേനസ്സു ഞങ്ങളിൽ നിന്നു മാറ്റുക. അങ്ങേക്കു ഞങ്ങൾ ചെയ്യുന്നു നമോവാകം മഹത്തരം. നമ്മൾ എന്ത് പ്രവൃത്തി ചെയ്താലും ഏത് ചെയ്താലും നമ്മൾ ആരെയെങ്കിലും വഞ്ചിക്കുന്നുണ്ടെങ്കിൽ അത് ദൈവം അറിയും, ഉറപ്പായിട്ടും അറിയും. അതുകൊണ്ട് തന്നെയാണ് പറഞ്ഞത്, വഞ്ചനം ചെയ്യുന്ന ഏനസ് ഞങ്ങളിൽ നിന്നു മാറ്റുക, അങ്ങേക്ക് ഞങ്ങൾ ചെയ്യുന്നു നമോവാകം മഹത്തരം. നന്ദി, നമസ്കാരം.